കരുനാഗപ്പള്ളി കൊലപാതകത്തിൽ മുഖ്യപ്രതിക്ക് CPM ബന്ധം. കൊട്ടേഷൻ നൽകിയ പങ്കജും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന PK ബാലചന്ദ്രനും ഒന്നിച്ചുള്ള ചിത്രം ജനം ടിവിക്ക് ലഭിച്ചു. പ്രതി പങ്കജ് മേനോന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം TP വധക്കേസ് പ്രതി കൊടി സുനിക്കൊപ്പമുള്ളത്. ഫേസ്ബുക്കിൽ പങ്കജിനെ ടാഗ് ചെയ്ത് കൊടി സുനിയെ അനുകൂലിച്ചുള്ള പോസ്റ്റുകളും കാണാം. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, കരുനാഗപ്പള്ളി കൊലപാതകത്തിൽ മുഖ്യപ്രതിക്ക് CPM ബന്ധമുണ്ടെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. കൊട്ടേഷൻ നൽകിയ പങ്കജും CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PK ബാലചന്ദ്രനും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ പങ്കജിന് മറ്റ് CPM ആൾക്കാരുമായി, അതായത് TP വധക്കേസ് പ്രതി കൊടി സുനിക്കൊപ്പമുള്ള ചിത്രങ്ങളും ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ 27-ാം തീയതി പുലർച്ചെയാണ് കരുനാഗപ്പള്ളിയിൽ സന്തോഷിൻ്റെ കൊലപാതകമുണ്ടാകുന്നത്. പിന്നാലെയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് കൃത്യമായും ഒരു കൊട്ടേഷനായിരുന്നു എന്നും ഈ കൊട്ടേഷൻ നൽകിയത് ആലപ്പുഴ സ്വദേശി കൂടിയായിട്ടുള്ള പങ്കജാണെന്നുമുള്ള വിലയിരുത്തലുണ്ടാകുന്നത്. തുടർന്ന് പോലീസ് ഈ പങ്കജിനായും അതോടൊപ്പം തന്നെ മറ്റ് പ്രതികൾക്കുമായുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിനിടെയാണ് ഈ പങ്കജും CPM-ൻ്റെ നേതാക്കളുമായുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നത്. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PK ബാലചന്ദ്രനോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഈ പ്രതി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത്. ആ ചിത്രം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊടി സുനിയുമായി, അതായത് TP വധക്കേസ് പ്രതിയായിട്ടുള്ള കൊടി സുനിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് ഈ പങ്കജ് ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രമായി ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ TP വധക്കേസും അതോടൊപ്പം കൊടി സുനിയൊക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും ഈ ടൈം ലൈനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇതിലൂടെ തന്നെ വ്യക്തമാണ് ഈ പ്രതിക്ക് CPM ബന്ധമുണ്ട് എന്നുള്ളത്. അതായത് ഈ PK ബാലചന്ദ്രൻ്റെ വീട്ടിൽ ഈ പ്രതിയായിട്ടുള്ള പങ്കജ്, ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള പങ്കജ് പോകുമായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് CPM-ൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഈ വിവരങ്ങളടക്കം പങ്കുവയ്ക്കുന്നത്. കാരണം ഈ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ, CPM വിഭാഗീയതയിൽ വലിയൊരു ചർച്ചയായതാണ് ഈ നേതാവുമായുള്ള ഈ ഗുണ്ടാത്തലവൻ്റെ ബന്ധം. കാരണം ഈ ഒരു പരസ്യ പ്രതിഷേധത്തിൽ CPM പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിൽ അടക്കം ഉയർത്തിക്കാട്ടിയ പ്ലക്കാർഡിൽ ഉണ്ടായിരുന്ന ചിത്രം പങ്കജും PK ബാലചന്ദ്രനും ഒന്നിച്ചു നിൽക്കുന്നതായിരുന്നു. അതിലൊരു ചോദ്യമുണ്ടായിരുന്നു, ഈ ഗുണ്ടാത്തലവനും അതോടൊപ്പം തന്നെ കാപ്പ കേസ് പ്രതിയുമായിട്ടുള്ള ഈ പങ്കജുമായി എന്താണ് ബന്ധമെന്നും യജമാനാണോ PK ബാലചന്ദ്രൻ എന്നുമൊക്കെയായിരുന്നു ചോദ്യം. എന്തായാലും വിഭാഗീയതയ്ക്കടക്കം വഴിവെച്ചു എന്നുള്ളതാണ് ഈ ഒരു ബന്ധം. അത്തരത്തിൽ CPM നേതാക്കളുമായി ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഈ പങ്കജ് എന്ന് പറയുന്ന വ്യക്തി. പങ്കജാണ് ഈ കേസിൽ കൊട്ടേഷൻ നൽകിയെന്ന് പോലീസ് തന്നെ പറയുന്ന പ്രതി. അതോടൊപ്പം തന്നെ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് കസ്റ്റഡിയിലുള്ള കുക്കു എന്ന പ്രതിയുടെ വീട്ടിൽ വെച്ചാണെന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പൻ എന്നുള്ള പ്രതിയും അതോടൊപ്പം തന്നെ കൂട്ടുപ്രതികളും അടക്കം പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇനിയും അതുൽ അടക്കമുള്ള മുഖ്യപ്രതിയായിട്ടുള്ള പങ്കജ്, അതുൽ അടക്കമുള്ളവർ കസ്റ്റഡിയിലാകാനുണ്ട്. ഇവരൊക്കെ തന്നെ മറ്റ് ജില്ലകളിലേക്ക് അടക്കം കടന്നിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വ്യാപകമായി ഇവർക്കുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിനിടെയാണ് ഈ പ്രതിയുടെ CPM ബന്ധമടക്കം പുറത്താകുന്നത്. രോഹിണി. ശരി, മനോജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.